ഹായ്. ഞങ്ങളെല്ലാവരും കൂടെ ഒരു യാത്ര പോവാണ്. എങ്ങോട്ടാണെന്നുള്ളത് 5:30 കേട്ടോ സമയം. ഞങ്ങൾ ഇറങ്ങുകയാണ്. വിമൻസ് ഓൺലി ട്രിപ്പാണ് കേട്ടോ. ഓരോരുത്തരായിട്ട് ബാഗും ഒക്കെ തൂക്കി വരുന്നുണ്ട്. അമ്മേ ഹായ് പറഞ്ഞേ. ഹായ്. കണ്ടുകൂടാ, കാണാവോ? കാണാം. കുറേ വേറൊരാൾ വരുന്നുണ്ട്. ലൗലി ഡ്രൈവർ മിന്നിച്ചോണ്ടിരിക്കുകയാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് നേഹാച്ചു തൊഴുതു വരുന്നു. ഹലോ, മീനാസ് അമേസിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടൊക്കെ ക്രോസ് ചെയ്യാനുള്ള ശീലമുണ്ട്. നമ്മൾ ഈ ഓഫീസിൽ പോകുമ്പോൾ പോകുന്ന ശിവനെ വേണ്ട അല്ലേ? എവിടെ ഇടയ്ക്ക് പോകുന്നു? ഏത് പാലത്തിൻ്റെ? ഇതിൻ്റെ താഴോട്ട്. ഇതിൻ്റെ താഴെ. ഹലോ ഡ്രൈവർ, ഒരു ഹായ് പറഞ്ഞേ. ഹായ്. കണ്ടുകൂടാട്ടെ, ഇരുട്ടാണെങ്കിലും. നമ്മളിപ്പോൾ അമ്പലപ്പുഴ വരെ എത്തിയതേ ഉള്ളൂ. ഇനി എത്ര ദൂരം അല്ലേ? ഇപ്പോൾ നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് വരെ എത്തി. ഞങ്ങൾ പോകുന്ന സ്ഥലം തൃശ്ശൂരാണ്. ചേച്ചിയുടെ മോൾ, അത് ലവ്ലിയുടെ മോള്, മൂത്ത മോള് PWDയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൾ ഇപ്പോൾ ലീവ് എടുത്തിട്ട് ഒരു കോച്ചിങ്ങിന് വേണ്ടിയിട്ട് 6 മാസത്തെ ഒരു കോച്ചിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അവളെ ആക്കാനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾ ചേച്ചിയും 2 മക്കളും ഞങ്ങളുടെ അമ്മയും ഞാനും കൂടെ ഉണ്ട്. ഞങ്ങൾ 5 സ്ത്രീജനങ്ങളാണ് പോകുന്നത്. മോളെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ വൈകുന്നേരം തിരിച്ചിങ്ങ് വരും. അപ്പോൾ ആ യാത്രയാണ് ഇത്. ഫുഡ് കഴിക്കാൻ കമോൺ ഗൈസ്. ഞാനുണ്ട് ഗുയിസ്. ഗൈസ് അല്ലേ, ഇപ്പോൾ ഗുയിസായി. നമ്മൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ യാത്ര തുടർന്നു. ഞങ്ങളൊരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തൃശ്ശൂർക്ക് എത്തി. തൃശ്ശൂരിനെ കുറിച്ച് ഒരുപാടൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല, കാരണം ഞാൻ അങ്ങനെ തൃശ്ശൂർ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇതിന് മുന്നേ പോയിട്ടുണ്ട്, അതുവഴി പാസ് ചെയ്തിട്ടേ ഉള്ളൂ. അല്ലാതെ എനിക്ക് തൃശ്ശൂരിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ മോളെ അവിടെ കൊണ്ട് വിട്ടതിന് ശേഷം ഞങ്ങൾ മണ്ണുത്തിയിലൊന്ന് പോയി. കാരണം അവിടെ നിന്ന് രാവിലെ അങ്ങ് ചെന്നല്ലോ. അപ്പോൾ പിന്നെ മോളെയും കൊണ്ട് ചുമ്മാ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങിയതിന് ശേഷം പിന്നെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് തിരിച്ചു പോരാമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ കണക്കൂട്ടൽ. അങ്ങനെ തൃശ്ശൂരെത്തി. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൂടി ഒന്ന് പോയി. മുൻവശമാണോ പുറകുവശമാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. എന്തായാലും അങ്ങനെ അവിടെ വന്ന് കാണാൻ പറ്റി. അകത്ത് കയറി തൊഴാനോ ഒന്നും പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റിയില്ല.
ഓം നമ ശിവായ എഴുതിയിട്ടുള്ളൂ. തൃശ്ശൂരിന്റെ ഒന്നാം രാഗംപാടിയിലെ അമ്പലമാണോ അപ്പൊ? ഉത്സവത്തിന്റെ ഇതല്ലയോ? ഉത്സവത്തിന് നമ്മൾ ആ നേരത്തെ പള്ളി ഉണ്ടാകും. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം. മോള് നിൽക്കുന്നിടത്ത് ഞങ്ങൾ ലഗേജ് എല്ലാം ഇറക്കി വെച്ചതിന് ശേഷമാണ് പിന്നെ രണ്ടാമത് ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ച് ലഞ്ച് കഴിച്ചതിന് ശേഷം പിന്നെ മണ്ണുത്തിയിലേക്ക് പോകാമെന്ന് വെച്ച്. അപ്പോൾ ഇവിടെ വന്ന് നല്ല ഫുഡായിരുന്നു, സൂപ്പർ ഫുഡ്. ഭയങ്കര ഫാസ്റ്റായിട്ടാണ് അവർ നമുക്ക് തരുന്നതും. സാധാരണ ഓർഡർ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി നേരം നമ്മളെ വെയിറ്റ് ചെയ്യിക്കുമല്ലോ, ഇത് അതൊന്നുമില്ല. ഓർഡർ ചെയ്ത് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഫുഡെല്ലാം കിട്ടി. അപ്പം നല്ല ടേസ്റ്റോടെയുള്ള ഫുഡും എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെയാണ് അവിടുന്ന് മണ്ണുത്തിയിലേക്ക് പോയത്. ഞങ്ങൾ ഫ്രൈഡ് റൈസും ബിരിയാണിയും പിന്നെ നൂഡിൽസുമാണ് ഓർഡർ ചെയ്ത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കുറേശ്ശെ കഴിക്കുന്ന കാരണം എല്ലാം ഓരോന്ന് വെച്ചിട്ട് ഓർഡർ ചെയ്ത് അത് മതിയായിരുന്നു. എന്നിട്ട് തന്നെ അത് കൂടുതലായിരുന്നു, ഞങ്ങൾക്ക് ഫുഡ് കൂടുതലായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അവർ തന്നതിന്. അങ്ങനെ എല്ലാവരും നല്ല ഫുഡൊക്കെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീമും ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. മോളെ ഹോട്ടലിൻ്റെ പേരെന്നാ? ഇത് ഞങ്ങൾ മണ്ണുത്തി പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷമുള്ളതാണ്. അവളെ തിരിച്ച് അവിടെ ആക്കാനായിട്ട് വന്നപ്പം അവിടെയുള്ളൊരു പൂച്ചക്കുഞ്ഞാണ് കേട്ടോ ഇത്. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു, നല്ല ഇണക്കമുള്ളൊരു പൂച്ചക്കുഞ്ഞ്. അപ്പോൾ അതിനെ കുറച്ച് നേരം ഒന്ന് കളിപ്പിച്ചു. പിന്നെ മോളോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഒരു വൈകുന്നേരമായി ഇറങ്ങിയപ്പം. ഞങ്ങൾ മണ്ണുത്തിയിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും കുറേ താമസിച്ച് അതിന് ശേഷമാണ് അവിടുന്ന് ഇറങ്ങിയത്. എന്നെ ചേച്ചി അനിയത്തിയും കൂടെയുള്ളൊരു യാത്രയപ്പൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നല്ലൊരു വീട്. മോക്കിപ്പം ചെന്നിട്ട് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ നല്ല കെയർ ചെയ്യുന്ന ഒരു അമ്മയുണ്ട്. പിന്നെ ഫുഡൊക്കെ നല്ല ഫുഡാണെന്ന് പറഞ്ഞു. എപ്പോഴും കുഞ്ഞുങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പം ഫുഡാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഇവിടെ അച്ചുവൊക്കെ ഹോസ്റ്റലിൽ നിന്നവന് ഫുഡൊന്നും കൊള്ളത്തതേയില്ല. പക്ഷേ ആരോടും പറയാൻ പറ്റത്തില്ല, എന്ത് പറയാനാ. അതുകൊണ്ട് ഭയങ്കര വിഷമമാണ് അവന്. ഞങ്ങൾക്കാണെങ്കിലും വിഷമമാണ് അവന് നല്ലതായിട്ട് ഫുഡ് കിട്ടാത്തതുകൊണ്ട്. അതേസമയം ഇവിടെ മോള് പറയുന്നുണ്ട് എല്ലാ നേരവും നല്ല ഫുഡാണ് അവിടുന്ന് തരുന്നതെന്ന്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള മണ്ണുത്തിയിലെ വിശേഷങ്ങളുടെ വീഡിയോ ഞാൻ അടുത്ത ദിവസം തന്നെ ഇടാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു. ആ ക്യാബ്ലറ്റാണ് നമ്മുടെ അപ്പൂന് ആദ്യം സമ്മാനം കിട്ടിയത് ഇവിടെ.